CISF രാജ്യസഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിപക്ഷ അംഗങ്ങളെ തടഞ്ഞു. രാജ്യസഭയെ ഇന്ന് പ്രക്ഷുബ്ധമാക്കിയത് CISF സാന്നിധ്യവും അതേ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങളുമാണ്. CISF ഉദ്യോഗസ്ഥർ പ്രതിപക്ഷ MP-മാരെ തടയുകയും തള്ളി മാറ്റുകയും ചെയ്തെന്നാണ് പ്രതിപക്ഷവും. CISF അല്ല മാർഷലുകളാണ് നടുത്തളത്തിൽ ഇറങ്ങിയതെന്ന് ഭരണപക്ഷവും പറയുന്നു. എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യസഭയിൽ ഉണ്ടായത്? പ്രതിപക്ഷ അംഗങ്ങളുടെ ആരോപണങ്ങളിൽ പൊരുൾ എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം തൃപ്തികരണം ആണോ? സഭാചട്ടങ്ങൾ അട്ടിമറിക്കപ്പെട്ടോ? ആദ്യം RDX റാം. രാജ്യസഭയിലെ CISF സാന്നിധ്യത്തെ ചൊല്ലി ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിൽ ഇന്ന് ചൂടേറി വാഗ്വാദം നടന്നു. CISF-നെ സഭയ്ക്കുള്ളിൽ വിന്യസിച്ചിട്ടില്ലെന്ന ചെയറും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും ശക്തമായി വാദിച്ചു. മാർഷലുകൾ മാത്രമാണ് നടുത്തളത്തിലിറങ്ങിയതെന്നും ഇരുവരും വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെ ജനാധിപത്യ അവകാശങ്ങളെ സർക്കാർ കവർന്നെടുക്കുന്നുവെന്ന വാദത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഉറച്ചുനിന്നു. സഭ തടസ്സപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നും ഖാർഗെ വ്യക്തമാക്കി. ഇതോടെ സഭ ബഹളമായി. നടപടികൾ തടസ്സപ്പെട്ടു. ഖാർഗെ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കിരൺ റിജിജു. സഭ നടത്തുന്നത് ചെയറാണോ അതോ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണോ എന്ന് ചോദിച്ച് ഖാർഗെ തിരിച്ചടിച്ചു. അരുൺ ജെയ്റ്റ്ലിയും സുഷമ സ്വരാജും ലോക്സഭ രാജ്യസഭ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക എന്ന ജനാധിപത്യ അവകാശത്തെപ്പറ്റി സംസാരിച്ചതും ഖാർഗെ ഓർമ്മിപ്പിച്ചു. ഖാർഗെയ്ക്ക് മറുപടി നൽകാൻ JP നദ്ദയോടാണ് ചെയർ നിർദ്ദേശിച്ചത്. ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി. രാജ്യസഭ ഉപാധ്യക്ഷൻ എഴുതിയ കത്ത് മാധ്യമങ്ങൾക്ക് നൽകിയ ഖാർഗെയുടെ നടപടിയിലും ചെയർ എതിർപ്പറിയിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. CISF സാന്നിധ്യത്തെ ചൊല്ലി ഇന്ന് രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉപാധ്യക്ഷൻ ഹരിവംശും തമ്മിലുണ്ടായ വാഗ്വാദവും കിരൺ റിജിജുവിന്റെ വിശദീകരണവും നമുക്ക് കണ്ടുവരാം. Only LOP, nobody else. Please. No, don't create LOP. Please. Only LOP. 1 minute. Only LOP. मैं पूछता हूं आपको, क्या ये सदन आप चला रहे हैं? क्या होम मिनिस्टर अमित शाह चला रहे हैं? क्योंकि ये रिकॉर्ड पर क्लियर है कि सदन में सिर्फ मार्शल ही आ सकता है और उस दिन भी मार्शल ही थे. तो लीडर ऑफ ऑपोजिशन ने जब मिसलीड किया और यहाँ गलत तथ्य यहाँ सामने में रखा, आपको भी पत्र लिखा है. സഭയെ ബഹളമയമാക്കിയ CISF-ന്റെ സാന്നിധ്യം. CISF രാജ്യസഭാ നടുത്തളത്തിൽ ഇറങ്ങിയതിനെ ചൊല്ലിയാണെന്നും രാജ്യസഭയിൽ ബഹളമുണ്ടായത്. രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗും മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിൽ വാഗ്വാദമുണ്ടായി. നടുത്തളത്തിൽ ഇറങ്ങിയത് മാർഷലുകളാണ് എന്നാണ് ചെയർ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. CISF തന്നെയാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ജനാധിപത്യ അവകാശങ്ങളെ ചൊല്ലി ഖാർഗെ കിരൺ റിജിജു വാഗ്വാദമുണ്ടായി. ജൂലൈ 31-നും ഓഗസ്റ്റ് 1-നും ബീഹാർ SIR വിഷയത്തിൽ രാജ്യസഭയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ MP-മാരെ തടഞ്ഞ CISF നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച DMK, TMC, ആം ആദ്മി പാർട്ടി MP-മാരെ CISF തടഞ്ഞു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. രാജ്യസഭാ ഉപാധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്രസേന നടുത്തളത്തിൽ ഇറങ്ങി എന്നാണ് ആരോപണം. CISF സാന്നിധ്യത്തിൽ എതിർപ്പറിയിച്ച് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശിന് കത്തയക്കുകയും ചെയ്തു മല്ലികാർജ്ജുൻ ഖാർഗെ. നടുത്തളത്തിൽ പ്രതിഷേധിക്കാൻ അംഗങ്ങൾക്ക് ജനാധിപത്യ അവകാശമുണ്ട് എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ MP-മാരെ തടയുന്ന നടപടി ശരിയല്ല എന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നു. ഉപരാഷ്ട്രപതിയുടെ രാജിക്ക് ശേഷം രാജ്യസഭയുടെ നിയന്ത്രണം CISF ഏറ്റെടുത്തു എന്നാണ് ജയറാം രമേശ് പറഞ്ഞത്. പട്ടാള ഭരണമാണോ രാജ്യസഭയിൽ നടക്കുന്നത് എന്ന് P. ചിദംബരം ചോദിക്കുന്നു. CISF ഇറങ്ങി വന്ന് തടഞ്ഞത് ഞെട്ടിച്ചു. ആശ്ചര്യകരമായ നടപടി എന്നാണ് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞത്. MP-മാരെ ആരും തടഞ്ഞിട്ടില്ല, സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കപ്പെടണമെന്നുമാണ് കിരൺ റിജിജു പറഞ്ഞത്. മാർഷലുകൾ പാർലമെന്റ് സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്. സഭയ്ക്കുള്ളിൽ അച്ചടക്കം, ക്രമസമാധാനം, സുരക്ഷ ഉറപ്പാക്കുക എന്നിവയൊക്കെയാണ് ഇവരുടെ ചുമതല. സഭാ നടപടി സുഗമമാക്കാനും ചെയറിന്റെ നിർദ്ദേശം നടപ്പാക്കാനുമാണ് ഇവ സഹായിക്കുക. CISF-ന് പാർലമെന്റ് മന്ദിരത്തിന്റെ ആകെ സുരക്ഷാ ചുമതലയാണ് ഉള്ളത്. സുരക്ഷാ പരിശോധനയും ചെക്കിങ്ങും എല്ലാം നിർവഹിക്കുന്നത് CISF ആണ്. പ്രവേശന കവാടത്തിലും കോമ്പൗണ്ടിലും വിന്യസിക്കും. സഭയ്ക്കകത്ത് ഇവർക്ക് ഇടപെടാനാവില്ല. പാർലമെന്റ് സുരക്ഷാ ചുമതല CISF ഏറ്റെടുത്തു 2024 മെയ് മാസത്തിലാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരമായിരുന്നു നടപടി. ഡൽഹി പോലീസിനും സെൻട്രൽ റിസർവ് പോലീസിനും പകരമായായിരുന്നു CISF-ന്റെ നിയമനം. പാർലമെന്റ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത് 3300-ലേറെ CISF ഉദ്യോഗസ്ഥരെയാണ്. CISF-ന് സുരക്ഷാ ചുമതല നൽകിയത് 2023-ലെ പാർലമെന്റ് പുകയാക്രമണത്തിന് പിന്നാലെയാണ്. തീവ്രവാദി ആക്രമണം, ഡ്രോൺ ആക്രമണം, അട്ടിമറി ശ്രമം എന്നിവ ഉൾപ്പെടെ തടയാൻ പ്രത്യേക പരിശീലനവും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്.
ബ്രിട്ടീഷ് ഇന്ത്യയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ് പാർലമെന്റ് സുരക്ഷാ സംവിധാനങ്ങളുടെ തുടക്കം. കാരണമായത് 1929 ഏപ്രിലിൽ ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ അസംബ്ലിയിലേക്കുണ്ടായ ബോംബേറാണ്. 1929 സെപ്റ്റംബറിലാണ് സഭയ്ക്ക് മാത്രമായി സുരക്ഷാ ക്രമീകരണത്തിനായി തീരുമാനമെടുക്കുന്നത്. വിതൽ ഭായ് പട്ടേൽ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി വാച്ച് ആൻഡ് വാർഡ് സംവിധാനം രൂപീകരിച്ചു. 2009 വാച്ച് ആൻഡ് വാർഡ് എന്നത് മാറ്റി പാർലമെന്റ് സുരക്ഷാ സേവനം എന്നാക്കുന്നത്. പാർലമെന്റ് അംഗങ്ങൾ, സന്ദർശകർ, ജീവനക്കാർ എന്നിവരുടെ സുരക്ഷയാണ് പ്രധാന ഉത്തരവാദിത്വം. ഇതാണ് പാർലമെന്റിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇപ്പോൾ സനീഷ്, ഇത് നേരത്തെ CRPFന്റെ ചുമതല മാറ്റുന്ന ഘട്ടത്തിൽ തന്നെ ചില ചർച്ചകളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ CISF പുറത്ത് ഉള്ള സുരക്ഷാ ക്രമീകരണങ്ങളും കാര്യങ്ങളുമൊക്കെ CISF നോക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അവർ നടുത്തളത്തിൽ ഇറങ്ങിയ MP-മാരെ തടയാൻ CISFകാർ വന്നു എന്നുള്ളതാണ് ആരോപണമായി പറയുന്നത്. പക്ഷേ ഇതിലൊരു അവ്യക്തതയുണ്ട്. കാരണം സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് CISF അല്ലാതെ മാർഷലുകൾ മാത്രമാണ് തടഞ്ഞത് എന്നാണ്. പക്ഷെ പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്നു അല്ല, CISF ഞങ്ങളെ തടയാനുണ്ടായിരുന്നു എന്ന്. എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? ഇതിലിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയും ജയറാം രമേശും അടക്കമുള്ള ആളുകൾ വലിയ പരിചയമുള്ള ആളുകളാണല്ലോ പാർലമെന്റിനകത്ത്. അപ്പോൾ അവർ മാർഷൽസിനെയും അവിടുത്തെ മാർഷലുകളെയും ഈ പുതിയ ആളുകളെ CISFകാരെയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാതാവും എന്ന് വിചാരിക്കേണ്ടതില്ല. ഒരു രാഷ്ട്രീയ ആരോപണമായിട്ട് ഉന്നയിച്ചതാണോ എന്ന് പറയേണ്ടതില്ല. കാരണം അവർക്ക് രാഷ്ട്രീയ ആരോപണമായിട്ട് ഉന്നയിക്കാൻ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളുള്ളൊരു പാർലമെൻറ്റ് സമ്മേളനമാണല്ലോ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് അവർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകും എന്ന് തന്നെ വേണം വിചാരിക്കാൻ. അതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുകയാക്രമണം, രണ്ടോ മൂന്നോ ചെറുപ്പക്കാർ പാർലമെൻറ്റിനകത്തേക്ക് വന്നിട്ട് പുകയുണ്ടാക്കി സമീപകാലത്ത് നടന്ന സംഭവമുള്ളൂ. അതിനുശേഷമാണ് CISFകാർ ഈ സെക്യൂരിറ്റിയിലേക്ക് വരുന്നത്. അതുവരെ ഈ പറയുന്ന പ്രത്യേക സംവിധാനങ്ങളായിരുന്നു. ആ പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടായത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്താണ്. അവിടെ നമ്മുടെ ഭഗത് സിംഗും ബഡുകേശ്വർ ദത്തും ഈ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഈ ഹാളിലേക്ക് ബോംബെറിഞ്ഞ് പാംഫ്ലെറ്റുകൾ വിതറി. അതിനുശേഷമാണ് ഈ പറയുന്ന പ്രത്യേക സംവിധാനം ഉണ്ടായി വരുന്നത്. അതായിരുന്നു നിയന്ത്രിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഇപ്പോൾ പാർലമെൻറ്റ് ആക്രമണം, മറ്റേ വലിയ പാർലമെൻറ്റ് ആക്രമണം നടന്ന കാലത്ത് തൊട്ട് തന്നെ ശക്തമായ സുരക്ഷ ഉണ്ട്. ഏറ്റവും ശക്തമായുള്ള സുരക്ഷയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണല്ലോ ഈ പാർലമെൻറ്റ്. അപ്പോൾ അവിടെ CISFകാർ ഈ പറയുന്ന പുകയാക്രമണത്തിന് ശേഷം വന്നു. പക്ഷെ അത് പുറത്ത് ഈ പാസ് കൊടുക്കുക, ആളുകൾ സന്ദർശകരൊക്കെ അകത്തേക്ക് വരുന്ന പരിശോധിക്കുക പോലുള്ള കാര്യങ്ങളായിരുന്നു അവർ നോക്കിയിരുന്നെങ്കിൽ. ഇവരകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെല്ലാ സംവിധാനങ്ങളിലേക്ക് സ്പ്രെഡായത് യഥാർത്ഥത്തിൽ അങ്ങനെ വലിയ തോതിൽ ഇവരറിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ആ തരത്തിലൊരു ചർച്ചയ്ക്ക് വിധേയമായിട്ടില്ല എന്ന് വേണം ഈ ബഹളങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ. പൂർണ്ണ ധാരണയുള്ള കാര്യമല്ല, ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് പലപ്പോഴായിട്ട് പിന്നീട് അവരുടെ ഡ്യൂട്ടി ഈ ഡൽഹി പോലീസിൽ നിന്ന് കുറേ ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് എന്ന് വെച്ചാൽ അവിടെ ചുമതലയുണ്ടായിരുന്ന ആളുകളെ പിൻവലിച്ചിട്ട് CISFൻ്റെ ആളുകളെ കൂട്ടിയിട്ട് അവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സംവിധാനങ്ങൾ ഏറ്റെടുക്കുന്ന പോലെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കാര്യമുള്ളത് ഹർഷൻ, അതായത് പാർലമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ പാർലമെൻറ്റിനകത്തിരിക്കുന്ന മനുഷ്യർ, ഈ തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന മനുഷ്യർ ഇന്ത്യൻ ജനതയാണ്. ഇന്ത്യൻ ജനതയുടെ പ്രതിനിധാനമാണ് അവർ. അതായത് നമ്മുടെ ഈ കശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള സാധാരണക്കാരനായുള്ള, ഒരുപക്ഷെ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യനെ പ്രതിനിധീകരിക്കുന്ന മനുഷ്യരാണ് ഈ പാർലമെൻറ്റിനകത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന ആളുകളാണ്. ലോക്സഭയിൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് പോകുന്ന ആളുകളാണ്. രാജ്യസഭയിലേക്കാണെങ്കിൽ ഇവിടുത്തെ MLAമാർ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരെ സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന ആളാണ്. അതുകൊണ്ട് ഇന്ത്യൻ ജനതയുടെ പരിച്ഛേദം, അവരുടെ പ്രതിനിധാനം എന്ന് വേണം ഈ മനുഷ്യരെ കാണാൻ. എന്ന് വെച്ചാൽ അവിടെ ഈ പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ പറയുന്ന മനുഷ്യരെക്കാൾ വളരെ വളരെ താഴെയാണ് എന്ന ഒരു ജനാധിപത്യപരമായ സമീപനം നമ്മൾ കാണണം. അവിടെ ഇവർക്ക് പരമാധികാരമുണ്ട്. ഈ MP-മാർക്ക്, പാർലമെൻറ്റ് അംഗങ്ങൾക്ക് പാർലമെൻറ്റിനകത്ത് പരമമായ അധികാരമുണ്ട്. അവർ ഭരണപക്ഷവും പ്രതിപക്ഷവുമായിട്ട് വേർതിരിഞ്ഞ് നിന്ന് അവരുടെ ബിസിനസ് നടത്തുന്നു എന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നു എന്നല്ലാതെ അവർക്ക് ഇപ്പം കൂട്ടത്തിൽ നിന്ന് സംവിധാനം വഴി തിരഞ്ഞെടുക്കുന്ന പ്രധാനമന്ത്രിമാരും മന്ത്രിമാർക്കൊക്കെ സവിശേഷമായിട്ടുള്ള അധികാരങ്ങളുണ്ട് എന്നത് ഒഴിച്ചാൽ ഇവരെല്ലാവരും യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയെ തൊട്ട് ഇങ്ങോട്ടെല്ലാം എല്ലാ MP-മാരും ഈ ജനത്തിൻ്റെ പ്രാതിനിധ്യമുള്ളതും അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. അവരുടെ സുരക്ഷ, അവരുടേതടക്കം ആ പ്രിമൈസിലുള്ള മനുഷ്യരുടെ സുരക്ഷ നോക്കുക എന്നത് മാത്രമേ ഈ ആളുകളുടെ ചുമതലയുള്ളൂ. ഈ ആളുകൾ ഈ ജനപ്രതിനിധികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. അവർക്ക് ജനപ്രതിനിധികൾക്ക് ഇവരെ പറ്റി പരാതി ഉണ്ടാകാൻ പാടില്ല. ആ പരാതി ഉണ്ടാകാനുള്ള അവസരം ഇവരുണ്ടാക്കാൻ പാടില്ല. ഇതിപ്പോൾ 2023 തന്നെ ഒരു DMKയുടെ MP, ഒരു രാജ്യസഭാ MP മുഹമ്മദ് അബ്ദുള്ള പരാതി നൽകി. ഇദ്ദേഹത്തോട് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. അവിടെ പിടിച്ചു നിർത്തി വളരെ മോശമായിട്ട്, അബ്യൂസീവായിട്ട് പെരുമാറിയെന്നാണ് അദ്ദേഹം 2024 കഴിഞ്ഞ വർഷം ജൂണിൽ തന്നെ നൽകിയിട്ടുള്ള പരാതി എഴുതി കൊടുത്തിരിക്കുകയാണ് രാജ്യസഭ. ഈ ധൻകർ ഉണ്ടായിരുന്നപ്പോഴാണ്. അപ്പോൾ ഇവർ അഗ്രസീവായിട്ടും സുഖകരമല്ലാതെയും പെരുമാറുന്നു MP-മാരോട് എന്ന പരാതി നേരത്തെ മുതലുണ്ട്. അത് ഏതോ ഒരു ഘട്ടത്തിൽ ഈ അതിര് കടക്കത്തല്ലോ എന്ന് തോന്നലുണ്ടാകുമല്ലോ. സ്വാഭാവികമായിട്ടും ഈ ആളുകൾ അവിടെ ഈ പരാതി ഉന്നയിച്ചിട്ടുണ്ടാവുക. നമ്മൾ അതിനോടൊപ്പം മനസ്സിലാക്കേണ്ടതൊരു കാര്യം, ഇന്ന് ഖാർഗെ സഭയ്ക്കകത്ത് പറഞ്ഞു, പ്രതിഷേധിക്കാനുള്ള അവകാശം ജനാധിപത്യപരമാണ്.
പ്രതിഷേധം എന്ന് വെച്ചാൽ പാർലമെന്റ് തടസ്സപ്പെടുത്താനുള്ള അവകാശം പോലും ജനാധിപത്യപരമാണ്. അതെ, അതെ. നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ താഴെത്തട്ടിൽ ഈ കുട്ടികളായിട്ടുള്ള ആളുകൾക്ക് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയമായിട്ട് വലിയ ധാരണയിലേക്ക് സമീപകാലത്ത് മാത്രം ഉണർന്നു വന്ന, പ്രത്യേകിച്ചും ഈ സർക്കാരിൻ്റെ കാലത്ത്, ഈ BJP സർക്കാർ വന്നതിന് ശേഷം മാത്രം രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ പ്രതിഷേധം നടത്തുന്നത് കുറച്ച് അഗ്രസീവായിട്ട് മുദ്രാവാക്യം വിളിക്കാൻ പറ്റും ചെയ്യുന്ന എന്തോ കുഴപ്പമാണ്. ഇപ്പോൾ മോദിജിക്കെതിരെ അങ്ങനെ മുദ്രാവാക്യം വിളിക്കാമോ, ഈ സർക്കാരിനെതിരെ അങ്ങനെ ബഹളം ഉണ്ടാക്കാമോ എന്നൊരു തോന്നലുണ്ട്. പക്ഷേ അങ്ങനെയില്ല എന്നവർ മനസ്സിലാക്കണം. അതായത് പാർലമെൻറ്റിനകത്ത് സമരം ചെയ്യുക, പ്രതിഷേധം നടത്തുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, മറ്റ് കാര്യങ്ങൾ ഉപദ്രവിക്കാതെ, ഈ ബിസിനസ്സിനൊക്കെ തടസ്സപ്പെടുത്താം. ബിസിനസ്സിനെ തടസ്സപ്പെടുത്തുക എന്നത് കൂടെ ജനാധിപത്യ അവകാശമാണ്. നമ്മൾ കേരളത്തിലെ നിയമസഭയിൽ മറ്റൊരു നിയമസഭയിൽ കാണുന്നില്ല. ബിസിനസ് എഴുതി വെച്ചിരിക്കുന്ന അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുക എന്നത് പോലും ജനാധിപത്യപരമായ അവകാശമാണ്. അതിനിടയിലേക്ക് ഈ പട്ടാളക്കാരും CISFകാരൊന്നും ഇറങ്ങി വരാൻ പാടില്ല. അവർക്ക് ഇരിക്കാവുന്ന സ്ഥലത്ത് ഇരുന്നോളണം. അല്ലാതെ ഇവരെ തൊടാനോ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ നോക്കാനോ പോലും അധികാരമില്ലാത്ത ആളുകളാണെന്ന് എനിക്ക് റൂൾ ബുക്ക് വായിക്കേണ്ട അത് പറയാൻ. നമുക്ക് പാർലമെൻ്റ് റൂൾ ബുക്ക്, ഞാൻ പാർലമെൻറ്റ് പോയിട്ടില്ല, വർഷങ്ങളായിട്ട് പാർലമെൻറ്റിലേക്ക് പോയിരിക്കുന്ന എത്രയോ MP നമ്മുടെ സംസ്ഥാനത്തടക്കമുണ്ട്. NK പ്രേമേന്ദ്രൻ MP ഒക്കെ റൂൾ ബുക്ക് മനസ്സ് നിർത്ത് പറയും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രക്ക് മാത്രം വർഷങ്ങളായിട്ട് അവിടെ പോയതുകൊണ്ട്, കൊടിക്കുന്ന് സുരേഷിനൊക്കെ അറിയാമല്ലോ. പക്ഷേ അപ്പോൾ ഈ പറയുന്ന റൂൾ ബുക്ക് നമുക്ക് വായിക്കണ്ട. കാരണം അവിടെ ജനാധിപത്യപരമായിട്ട് MP ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. അവർക്കവിടെ ഏത് വിധത്തിൽ അവർ മനസ്സിൽ വിചാരിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധ പരിപാടി നടത്താൻ അവകാശമുണ്ട്. ആ പ്രതിഷേധപരമായിട്ടുള്ള അവകാശം മറ്റുള്ളവരെ ഹിംസിക്കുമ്പോഴൊക്കെ കുഴപ്പം വരുന്നുള്ളൂ. അവർക്ക് മേൽ അധികാരം പ്രയോഗിക്കാനുള്ള യാതൊരു അധികാരവും CISFനില്ല. അതുകൊണ്ട് ഈ വിഷയം പരമപ്രധാനമാണ്. അതിന് വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിന് ആ നിലക്ക് ഗൗരവത്തോടെ അവർ കാണട്ടെ. ഇതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കിരൺ റിജ്ജു ആണ് ഇതിൽ വിശദീകരണം നൽകിയത്. ആ വിശദീകരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്തികരമല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം ഈ CISFകാർ പൂർണ്ണമായി അവിടെ വന്നിട്ടില്ല എന്നല്ല പറയുന്നത്. മാർഷലുകളാണ് അവിടെ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാനുണ്ടായിരുന്നത്. പക്ഷേ CISFകാരെ വിന്യസിച്ചിട്ടുണ്ട്. അതിന് പറയുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങളുടെ ആവശ്യത്തെ തുടർന്നാണ് അങ്ങനെ വിന്യസിച്ചിരിക്കുന്നത്. അവരവരുടെ ചുമതല ചെയ്യുന്നു. ചില അംഗങ്ങൾ അഗ്രസീവായി ആക്രമണോത്സുകരായി, അതുകൊണ്ട് CISFകാരെ അതൊരു ന്യായമേ അല്ല. അത് ഏതെങ്കിലും തരത്തില മല്ലികാർജുൻ ഖാർഗെ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, വനിതാ അംഗങ്ങളെ നേരിടാൻ തന്നെ CISF പുരുഷ സൈനികർ അവിടെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ്. ഇങ്ങനെ പോയാൽ ഹോം മിനിസ്റ്റർ നേരിട്ട് സൈന്യത്തെ ഇറക്കിയായിരിക്കുമോ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ള സംശയമുണ്ട് എന്ന് പോലും മല്ലികാർജുൻ ഖാർഗെ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ശരിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സങ്കടകരമായ അവസ്ഥയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു കാര്യം സംഭവിക്കുകയാണ്. അങ്ങനെ ഒരു അർദ്ധസൈനിക വിഭാഗം അവിടെ ആ നിലയ്ക്ക് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളത് അത് നിയന്ത്രിക്കപ്പെടേണ്ടത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി ഒരു കാര്യം കൂടെ പറയണമല്ലോ, അതിനകത്ത് എനിക്ക് കൗതുകരമായി തോന്നിയത് JP നദ്ദയുടെ ഇടപെടലാണ്. അദ്ദേഹം പറഞ്ഞത് 40-45 വർഷമായിട്ട് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നിട്ട് നിങ്ങൾ എത്ര ജനാധിപത്യപരമായാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് ഞങ്ങൾ കണ്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 40 വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷത്തിരുന്നിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് എന്നെ കണ്ട് പഠിക്കൂ. നിങ്ങളിപ്പോൾ 10 കൊല്ലം ആയിട്ടുള്ളൂ, ഇനിയും 30-40 കൊല്ലം അവിടെ ഇരിക്കേണ്ടതാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ആധുനിക ചരിത്രം തുടങ്ങുന്നത് ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലാണല്ലോ. നിതാന്ത എതിർപ്പുകൾ, നിരന്തര പുനഃപരിശോധനകൾ, അങ്ങനെ ഒരു പ്രക്രിയയിലൂടെയാണ് നമ്മുടെ ഭരണഘടന തന്നെ രൂപപ്പെട്ടത്. ചോദിക്കാനും പറയാനും തടയാൻ പോലും കഴിയുന്ന അതിൻ്റെ സാധ്യതയിലാണ് ഇന്ത്യൻ ജനാധിപത്യം പരുവപ്പെട്ടത്. സഭ തടസ്സപ്പെടുത്താനുള്ള അവകാശം എന്നത് ചെറിയ കാര്യമല്ല, അതൊരു വിലപ്പെട്ട ജനാധിപത്യ പ്രതിരോധ മാർഗമാണ്. വ്യത്യസ്തതയ്ക്കെതിരല്ല ജനാധിപത്യം, വ്യത്യസ്തതയുടെ വിലമതിപ്പാണ് അതിൻ്റെ ആത്മാവ്. വിയോജിക്കാനുള്ള അവകാശമില്ലെങ്കിൽ ജനാധിപത്യം നിശൂന്യമായി പോകും. ഒറ്റ ചോദ്യത്തിൽ എല്ലാ ആശങ്കയും ചേർത്ത് വെച്ചുകൊണ്ട് RDX ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. വ്യത്യസ്തതകൾ പ്രകടിപ്പിക്കുന്ന നേരം സഭയിലേക്ക് സൈന്യം വന്നാൽ ജനാധിപത്യം എവിടെ പോകും?